ചർച്ചയുമില്ലാതെയല്ല UDFിനെ പിന്തുണച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ UDFിനെ പിന്തുണച്ചെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് SDPI. കോഴിക്കോട് മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു SDPI നേതൃത്വത്തിന്റെ ഈ വെളിപ്പെടുത്തൽ. SDPI നേതൃത്വം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്: ഒരു ചർച്ചയുമില്ലാതെയല്ല UDFിനെ പിന്തുണച്ചത്. ചർച്ച നടത്തിയില്ലെന്ന് പറയാൻ കഴിയില്ല. UDFിന് പിന്തുണ നൽകിയതിനെക്കുറിച്ച് നേരത്തെ പറയാതിരുന്നത് രാഷ്ട്രീയ മാന്യതയുടെ ഭാഗമായിട്ടാണ്. UDF പറഞ്ഞത് വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ടതാണ്. ഞങ്ങൾ വർഗീയ പാർട്ടിയല്ല, മുസ്ലിങ്ങൾ മാത്രമുള്ള പാർട്ടിയാണെന്ന് കരുതി അതിനെ വർഗീയ പാർട്ടിയെന്ന് വിളിക്കാൻ പറ്റില്ല. SDPIയുടെ പ്രവർത്തനം മതപരമായ സംഗതിയല്ല. ഇവിടുത്തെ വിലക്കയറ്റവും സാമ്പത്തിക അസമത്വവും പൊതുജന പ്രശ്നങ്ങളുമാണ് SDPI വിളിച്ചു പറയുന്നത്. വയനാട്ടിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതേ പാർട്ടിയുടെ അടുത്ത സ്ഥാനാർത്ഥിയെ വയനാട്ടിൽ SDPI പിന്തുണച്ചത് സ്വാഭാവിക പ്രക്രിയ മാത്രമായിരുന്നു. പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്ന് SDPI ആലോചിച്ചതായിരുന്നു. എന്നാൽ റിസ്ക് എടുക്കേണ്ട എന്ന് വിചാരിച്ചു. സ്വതന്ത്രമായ നിലപാട് സ്വീകരിക്കാമെന്ന് പാർട്ടി തീരുമാനിച്ചു. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും പാലക്കാട് 2ാം സ്ഥാനത്ത് എത്തിയത് BJP ആയിരുന്നു. അവിടെ BJP വിജയിക്കരുതെന്നാണ് താല്പര്യം. BJP കയറി വരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അവരെ പരാജയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് പാലക്കാട് ജയിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മുന്നണിയെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചത്. സരിൻ കയറി വരാനുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കി അങ്ങനെ UDFിന് വോട്ട് നൽകുകയായിരുന്നു എന്നും SDPI നേതൃത്വം വ്യക്തമാക്കി. അതേസമയം പാലക്കാട് മണ്ഡലത്തിൽ വൈകുന്നേരം 6 മണിയോടെ പോളിംഗ് അവസാനിച്ചു. 184 പോളിംഗ് ബൂത്തുകളിൽ 105 എണ്ണത്തിൽ 57.06% പോളിംഗ് രേഖപ്പെടുത്തിയത്. പോളിംഗിന്റെ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നെങ്കിലും അവസാന മണിക്കൂറിൽ സംഘർഷഭരിതമായിരുന്നു. UDF സ്ഥാനാർത്ഥി ബൂത്തുകളിൽ എത്തിയത് ചോദ്യം ചെയ്ത് BJP CPM പ്രവർത്തകർ രംഗത്തെത്തിയതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. വെണ്ണക്കരയിലെ പോളിംഗ് ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടയാൻ ശ്രമമുണ്ടായത്. UDF സ്ഥാനാർത്ഥി ബൂത്തിൽ കയറി വോട്ട് ചോദിച്ചെന്നാണ് LDF BJP പ്രവർത്തകർ ആരോപിച്ചത്. ഇരു പാർട്ടികളുടെയും പ്രവർത്തകർ ചേർന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ തടഞ്ഞത്. പിന്നാലെയുണ്ടായ വൻ തർക്കം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെ പോലീസ് ഇടപെട്ടു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്തേക്ക് കൂടുതൽ പോലീസ് എത്തി. LDF BJP പ്രവർത്തകർ അനാവശ്യമായി സംഘർഷം ഉണ്ടാക്കുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. മറ്റു സ്ഥാനാർത്ഥികളും എത്തുന്നുണ്ടല്ലോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്നത്. ആദ്യ മണിക്കൂറിൽ ബൂത്തുകളിൽ ഉണ്ടായിരുന്ന നീണ്ട നിര ഉച്ചയോടെ കുറഞ്ഞെങ്കിലും വൈകിട്ടോടെ പോളിംഗ് മെച്ചപ്പെടുന്നതാണ് കണ്ടത്. അവസാന ലാപ്പിൽ പലയിടത്തും വോട്ട് ചെയ്യാനെത്തുന്നവരുടെ നീണ്ട നിര കാണാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75% പേരാണ് പാലക്കാട് വോട്ട് രേഖപ്പെടുത്തിയത്. ശക്തമായ ത്രികോണ പോരാട്ടത്തിൽ മുന്നണികൾ നടത്തിയ നാടിളക്കി മറിച്ചുള്ള പ്രചരണത്തിന്റെ ആവേശം രാവിലെ വോട്ടിങ്ങിൽ കാര്യമായി പ്രതിഫലിച്ചില്ല എന്ന് വേണം പറയാൻ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.